രണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, രണ്ടാമത്തെ വിഭാഗമാരാ? ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയും ഉമ്മയ്ക്കും മനസ്സിന്റെ കുളിർമയുണ്ടാകുന്ന രണ്ടാമത്തെ വിഭാഗം. നല്ലതുപോലെ പഠിക്കടാ ചെറുപ്പക്കാരാ. നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാകണോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ വലഉ സാബിഈ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി തന്റെ ചാരത്തേക്ക് പിടിച്ചു നിർത്തുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മാതാപിതാക്കള് രണ്ട് പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ടാ അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു വിട്ട ആ വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ആരോടാ പറയുന്നത്? പെണ്ണാണെന്നറിഞ്ഞ അപ്പൊ തന്നെ കലയാൻ നോക്കുന്നവരോടാ. ഇതാരാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പെൺകുട്ടികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പോക്കറ്റിന് സമയമായില്ലേ? ഇരിപ്പുറക്കണില്ല. ശരി, എല്ലാരും ഒന്ന് പോക്കറ്റ് കൈ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്ന രാവ് അള്ളാഹു കരുണ ചെയ്ത സദസ്സായത്. പെയ്ത മഴ അള്ളാഹു നിർത്തി തന്നിരിക്കുന്നത് ഈ സദസ്സിന്റെ മഹത്വം നിനക്ക് മനസ്സിലാക്കാനാ. അള്ളാഹുവെ സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, മംഗലാപുരത്ത് കൊണ്ടിട്ടപ്പോ ഡോക്ടർ പറയുന്നു, വേണമെങ്കിൽ കൊണ്ടുപോക്കോ, ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ 1000ന്റെ നോട്ടും കൊണ്ട് വരുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ കൊടുക്കണല്ലേ. 2 കിഡ്നിയും തകർന്നു പോയി, മാറ്റിവെക്കാം 30-35 ലക്ഷവും. ആ സമയത്ത് 500 കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ അതങ്ങ് ശിഫയാക്കുന്നതല്ലേ. കൊടുക്കുമോനെ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ മുത്ത് നബിയല്ലേ പറഞ്ഞേ. എന്തിനാ സഹോദര ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ അകത്ത് ഇവിടെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന കുറച്ച് മക്കള് വരാറുണ്ട്. ഞാൻ 2 കൊല്ലം മുമ്പോടെ വന്നു. കുറച്ച് പെൺകുട്ടികളല്ലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായി ദീൻ പഠിക്കുന്ന ഇന്നത്തെ പെൺമക്കളുടെ അവസ്ഥയൊക്കെ അറിയാലോ. അങ്ങനത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവെ ഹിജാബൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് മക്കൾ ഇവിടെ പഠിക്കാൻ വരും. ആ മക്കൾക്ക് വേണ്ടിയല്ലേ. അൽഹംദുലില്ലാ, മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്. അള്ളാഹു നിങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവനെ, എത്ര പെട്ടെന്നാ മനുഷ്യന്മാര് വീണ് മരിച്ചു പോകുന്നത്. എന്റെ ചെറുപ്പക്കാരാ, മോനെ, എത്രയോ ആവശ്യമില്ലാത്ത കാര്യത്തിന് കളയുന്നടാ. ബൈക്കിലൊക്കെ പായുന്നവനല്ലേ മോനെ, എത്രയോ ആക്സിഡന്റുകൾ കണ്ണുകൊണ്ട് കാണുന്നവനല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് മക്കളെ, വിപത്തുകൾ അള്ളാഹു തട്ടിത്തരുമടാ. ഈ അടുത്തല്ലേ സുള്ളിയത്ത് പടച്ചവനെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന 2 ചെറുപ്പക്കാർ, അതിനെ ഒരാഴ്ച മുമ്പ് ഇങ്ങനെ 3-4 എത്രയോ ആക്സിഡന്റുകൾ നമ്മൾ കാണുന്നു. സഹോദര, നമ്മളും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് എല്ലാവരും ഒരു നല്ല സ്വതക്ക, ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടിയാണ് തമ്പുരാനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട്
ഒരു സദക്ക കൊടുക്കുന്നു. കരുണക്കടലായ അല്ലാഹ്, അവരെ നീ കൈവിടല്ലേ തമ്പുരാന്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ പെയ്യുന്ന മഴത്തുള്ളികൾ കഴുകി ശുദ്ധമാക്കണേ അല്ലാ. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പടച്ചറപ്പേ, എല്ലാ വിപത്തുകളെ തൊട്ട്, എല്ലാ ശർറുകളെ തൊട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, രണ്ട് പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിടുന്ന മാതാപിതാക്കള് സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലിരിക്കുകയാണ്. മുത്തുനബി അതാ പള്ളിയിലിരിക്കുമ്പോ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു പൊന്നുമോനുണ്ടല്ലോ, അതാ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ മുന്നിൽ വാപ്പ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ആൺകുട്ടിയുണ്ടല്ലോ, ഓടി വന്ന് വാപ്പാടെ ചാരത്ത് വന്നപ്പോ വാപ്പയതാ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു. എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തി. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. മകൻ ഓടി വന്നു, വാപ്പ തന്റെ മകന്റെ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി. കുറെ സമയം കഴിയുമ്പോ ആ മനുഷ്യന്റെ പൊന്നാര മകള് വാപ്പാടെ അടുക്കലേക്ക് വരികയാ. ആ മനുഷ്യന്റെ പെൺകുട്ടിയുണ്ടല്ലോ, ആ പൊന്നുമോള് ഉപ്പാന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ മനുഷ്യനതാ പൊന്നുമോളുടെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്ത് താഴെ ഇരുത്തി. അല്ലാഹുവിന്റെ റസൂൽ ആ രംഗം കാണുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, മാ അദൽ തീ. അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ സ്വഹാബിയോട് വിളിച്ചു പറഞ്ഞു, നീ നീതി കാണിക്ക്, നീ നീതി കാണിക്ക്. ഒന്നുകിൽ രണ്ടു മക്കളെയും താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ മകളെയും നീ മടിയിലേക്ക് കയറ്റി ഇരുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന് പെമ്മക്കളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് പൊന്നാര മകളോട്, പെണ്ണായ ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മുത്തുനബി വീട്ടിലേക്ക് കേറി വരുമ്പോ ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കുമായിരുന്നു. മുത്തുനബി തന്റെ ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. ഫാത്തിമ ബീബി വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, പെമ്മക്കളുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ എല്ലാവരും പടച്ചവനെ അധികം പേരും പെമ്മക്കളാ ഉസ്താദേ. ആണ് വേണം, ആണ് വേണം, ആദ്യത്തെ പ്രസവമാണാകണം, ആദ്യത്തെ പ്രസവമാണാകണം. ആൺകുഞ്ഞിനെ കൊതിക്കുന്ന മുസ്ലിമേ, മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണോ അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി. ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, എല്ലാത്തിനും ആദ്യത്തെ കുഞ്ഞാണ് വേണം, എല്ലാത്തിനും ആദ്യത്തെ പ്രസവത്തിൽ ആണ് വേണമല്ലേ. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ, ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ഇല്ല. രണ്ട് പെമ്മക്കളെ. അപ്പോ എല്ലാരും വിചാരിക്കും, ഉസ്താദേ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. എല്ലാരും വിചാരിക്കും ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, നബിയെ എനിക്ക് ഒന്നേ ഉള്ളു, കിട്ടുവോ? ആ, ചിലപ്പം കിട്ടും തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്, എന്തേ രണ്ട് പെമ്മക്കളെ നേരെ ജുബ വളർത്തിവിട്ട്, നേരെ ജുബ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ടാൽ സ്വർഗം കിട്ടുമെന്ന് മുത്തുനബി പറയുമ്പോൾ മനസ്സിലാക്കണം, രണ്ട് പെമ്മക്കളെ ഇതുപോലെ വളർത്തി കെട്ടിച്ചു വിടണമെങ്കിൽ അതൊരു ജിഹാദ് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
സത്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പെമ്മക്കളെ നല്ല നിലയിലങ്ങട്ട് വളർത്തുക. അല്ലാഹുവേ, വാപ്പാടെ ഉമ്മാടെ നെഞ്ച് ഇങ്ങനെ അങ്ങോട്ട് പിടയ്ക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, 2 പെമ്മക്കളെ നല്ലതുപോലെ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു വിട്ടാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് വളർത്തേണ്ടത്? ഒരു വാപ്പ തന്റെ പൊന്നാര മക്കള് തന്റെ പെമ്മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവിടെന്ന് പറഞ്ഞു തരുമ്പോ അത്ര നിസ്സാരമായ കാര്യമല്ല. വെറുതെ ഇങ്ങനെ വളർത്തി പോരാ. നിന്റെ പൊന്നാര മക്കള് മുസ്ലിം പെൺമക്കളുണ്ടല്ലോ, അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണേ. ആദ്യമായിട്ടൊരു വാപ്പ അതാ തന്റെ പൊന്നാര പെൺമക്കൾക്ക് ഒരു വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണ്, മുത്തുനബിയെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. അത് പള്ളിയിലെ ഉസ്താദല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പയാണ്, അത് ഉമ്മയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ വിടവാങ്ങലിൽ പ്രഭാഷണത്തിൽ അറഫയുടെ മൈതാനയിൽ 2 ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ, നിങ്ങളുടെ പെമ്മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ. ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു പെണ്ണ് നന്നായാൽ ലോകം നന്നാകുമടാ ചെറുപ്പക്കാരാ. വെറുതെ എല്ലത് പറഞ്ഞത്. ഒരു പെണ്ണ് നന്നായാ ലോകം തന്നെ നന്നാകും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഒരു നല്ല ഉമ്മയുടെ വയറ്റിലേ നല്ല മക്കള് ജനിക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടില് നല്ല മക്കള് ജനിക്കാറുള്ളൂ. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കള് നന്നാവുകയാണ്, അവളുടെ വീട് നന്നാവുകയാണ്, അവളുടെ കുടുംബം നന്നാവുകയാണ്, അവളുടെ നാട് നന്നാവുകയാണ്, ഒരു സമൂഹം നന്നാവുകയാണ്, ഈ ലോകം വരെ നന്നാകുമെന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, നിങ്ങൾ പെൺമക്കളെ അടിച്ചുവിടല്ലോ. പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ചെറുപ്പം മുതൽ വലിയ സൂക്ഷ്മത പുലർത്തണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥകൾ പറയാറില്ലല്ലോ, ഇന്നത്തെ മക്കളുടെ അവസ്ഥകൾ പറയാറില്ല. നമ്മുടെ സഹോദരിമാര്, നമ്മുടെ പെൺമക്കള്, അവര് ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും അവരുടെ സ്വഭാവം പടച്ചവനെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഔറത്ത് പോലും മറയ്ക്കാതെ നടക്കുകയാ. അതാ മുടി ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് നടക്കുന്നു. ശരീരത്തിന്റെ ഭാഗങ്ങൾ പടച്ചവനെ നിനക്കറിയുമല്ലോ. ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണ്, ഒരാണിന്റെ ഔറത്ത് എന്താണ്? എന്തേ വാപ്പാ നീ കണ്ണു തുറന്നു നോക്കാത്തതെന്ത്? 15 വയസ്സുള്ള 10 വയസ്സുള്ള നിന്റെ പൊന്നാരമകള് നിന്റെ കണ്ണിന്റെ മുന്നിൽ പടച്ചവനെ തലയിൽ തുണിയിടാതെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ നീ കാണാറില്ലോ? നിന്റെ പൊന്നാരമകളുടെ ശരീരത്തിന്റെ വളർച്ച നീ കാണാറില്ലോ? അല്ലാഹുവിന്റെ ഖുർആൻ എന്തേ പറഞ്ഞത്? അത് അലമാരിക്കകത്ത് വെക്കാറുള്ളതല്ല, അത് വെറുതെ വെക്കാറുള്ളതല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, അല്ലിമൂ നിസാഅക്കും സൂറത്തുൻ നൂർ, പെൺമക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക. സൂറത്തുൻ നൂർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, അത് പെൺമക്കളെ നിങ്ങൾ പഠിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നൂർ എന്ന് പറയുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. പെൺമക്കളെ വാപ്പമാര് പഠിപ്പിക്കണം, അത് നിന്റെ കടമയാണ്, അത് നിന്റെ ബാധ്യതയാണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ ദീൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, 3 സമയങ്ങള് ഉപ്പാന്റെയും ഉമ്മാന്റെയും ബെഡ്റൂമില് മക്കള് അനുവാദം ചോദിക്കാതെ കടക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, മൂന്ന് സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിന്റെ അകത്ത് കിടക്കണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ആര് 7-10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, 15കാരനല്ല, 25കാരനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കള് 3 സമയങ്ങളിൽ ഉമ്മാടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ആരാ പറയുന്നത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ 3 സമയം എപ്പോഴാ? ആ 3 സമയം: 1 സുബഹിക്ക് മുമ്പുള്ള സമയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1 സുബഹിക്ക് മുമ്പ്, 2 നട്ടുച്ച സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം പ്രായപൂർത്തി ആകാത്ത മക്കൾ. കാരണം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സുബഹിക്ക് മുമ്പ് വാപ്പായും അമ്മായും കിടന്നുറങ്ങണ രംഗമെന്ന് സങ്കല്പിക്ക്. മുണ്ടൊരിടത്ത്, ഉടുപ്പൊരിടത്ത് ഉണ്ടാ. കിടന്നുറങ്ങുമ്പോ ആ രാവിലെയുള്ള സമയത്ത് ആദ്യം എഴുന്നേറ്റിട്ട് മുണ്ട തിരയണ അല്ല ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ അവസ്ഥ. വാപ്പാടെ ഉമ്മാടെ രംഗം ഞാൻ പറയണില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നല്ല ചൂടാ. അള്ളാഹു എല്ലാം വാരി വലിച്ചൊരു ഏറ് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും റൂമിന്റെ അകത്ത് കിടക്കാം. രാത്രി ഇശാ കഴിഞ്ഞിട്ട് ബെഡ്റൂമിന്റെ അകത്ത് കയറി ഭാര്യയും ഭർത്താവും കിടക്കാം. ഈ 3 സമയത്ത് ഒരു 5 വയസ്സുള്ള മോൻ, ഒരു 7 വയസ്സുള്ള മകള് അനുവാദമില്ലാതെ ബെഡ്റൂമിന്റെ അകത്തേക്ക് ഓടി കയറി വന്ന വാപ്പാടെ ഔറത്ത് കാണും മകള്, ഉമ്മാടെ ഔറത്ത് കാണും മകന്. ഒന്നും തോന്നാറില്ല. നിങ്ങൾ ചിന്തിക്ക്, ഉമ്മാടെ ശരീരം ഔറത്ത് കണ്ട ഏതെങ്കിലും മകൻ എന്തെങ്കിലും തോന്നും? ഒന്നും തോന്നാറില്ല. വാപ്പ മുണ്ടില്ലാതെ കിടക്ക, ഇത് കണ്ട ഒരു മകൾക്ക് ഒന്നും തോന്നാറില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കാണരുത്. കാരണം വാപ്പാടെ ഔറത്ത് കാണുന്ന മകള് ചിന്തിക്കും, എന്തേ അല്ലാഹ് ഇത്? ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് നാശത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമുണ്ടെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ നിങ്ങൾ ആലോചിക്ക്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത മക്കള്. ഇനി പ്രായപൂർത്തിയുള്ളതിന്റെ അവസ്ഥ ആലോചിക്കേ. 12 വയസ്സുള്ള ഒരു മകള് ഇറങ്ങിയ ഒരു ചുരിദാർ ഇട്ടിട്ട് തലേ തുണി ഇടാതെ ഉമ്മാടെ മുന്നിൽ വന്ന് നിന്ന ആ വാപ്പായ്ക്ക് അറിയത്തില്ലേ, ആ ഉമ്മായിക്ക് അറിയത്തില്ലേ മകളുടെ അവസ്ഥ? എടുത്തു കൊടുക്കണ വസ്ത്രത്തെക്കുറിച്ച് ചിന്തയുണ്ടോ? അതെങ്ങനാ? ഉമ്മ നേരെ ഇടണ്ടേ? ഉമ്മ നേരെ ഇട്ടാലല്ലേ അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറാൻ വെറുതെ സ്വർഗം കിട്ടുന്നു കരുതിയാ ഉസ്താദ് എനിക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ ഓടാന്ന് വിചാരിച്ചോ? ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണോടി വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. വല്ലാത്ത വേദനയാണ് നബിയേ. വായിലൂടെ പത വരുമല്ലോ, കൈകാലുകളിട്ട് ഇങ്ങനെ വിറയ്ക്കുമല്ലോ. പടച്ചവനെ, അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ് ആ പെണ്ണിനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു മാറാനൊന്ന് ദുആ ചെയ്യുമോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, പെങ്ങളെ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ക്ഷമിച്ചാ സ്വർഗം കിട്ടും, ദുആ ചെയ്താ രോഗം മാറും. എന്തു വേണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗം കിട്ടുമെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. ഈ രോഗം വരുമ്പോൾ ക്ഷമിച്ചാൽ അല്ലാഹു എനിക്ക് പകരം സ്വർഗം തരുമെങ്കിൽ എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട. ആ പെണ്ണ് തിരിച്ച് നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? എന്റെ രോഗം മാറാനല്ല. കേക്കടാ ചെറുപ്പക്കാരാ, ഭാര്യയോട് പറഞ്ഞു കൊടുക്കൂ, പെങ്ങന്മാരോട് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാ, എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട. അതാ എനിക്ക് ഈ രോഗം വന്നിട്ട്, അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ
എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. അന്യപുരുഷന്മാര് എന്റെ ശരീരം കാണുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് ഈ രോഗം വന്ന് താഴെ വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാ ഒന്ന് അല്ലാഹുവോട് ദുആ ചെയ്യുമോ നബിയേ? ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലെ ഒരാളും തന്റെ ഔറത്ത് കാണാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്യാ മുത്തുനബിയോടൊരു പെണ്ണ് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ പെങ്ങന്മാരുടെ അവസ്ഥ എന്തേടാ പൊന്നുമോര്? നീ ഒരു കൂടപ്പിറപ്പല്ലേ, നിനക്ക് ബാധ്യതയില്ല. നിന്റെ പെങ്ങളുടെ വസ്ത്രധാരണ നേരെയാക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ലോടാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, മക്കളെ അടിച്ചേതെങ്കിലും കടയിൽ വിട്ടാ പോരാ, ഭാര്യ വെറുതെ തുണിക്കടയിൽ പറഞ്ഞു വിട്ടാ പോരാ. ആ മക്കളെയും ഭാര്യയുമായിട്ട് പോകുമ്പോ നീയും കൂടെ പോയിട്ടൊന്ന് നോക്കണ്ട്. നിന്റെ മക്കളെടുക്കുന്ന വസ്ത്രമേതാണ്, നിന്റെ മക്കളെടുക്കുന്ന വസ്ത്രമേതാണ്, അത് നിന്റെ ബാധ്യതയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ മര്യാദ പഠിപ്പിക്കൂ, നിസ്കരിക്കാൻ പഠിപ്പിക്കൂ, ഖുർആൻ ഓതാൻ പഠിപ്പിക്കൂ, സ്വലാത്ത് പറയാൻ പഠിപ്പിക്കൂ, അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, മുത്തുനബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ, ശരീഅത്തിന്റെ നിയമങ്ങൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഇത് നിന്റെ ബാധ്യതയാ. ആദ്യത്തെ ഉസ്താദ് വാപ്പയാ, ആദ്യത്തെ ഉസ്താദ് ഉമ്മയാ, പിന്നെയാണ് പള്ളിയിലെ ഉസ്താദന്മാരുള്ളത്. അല്ലാതെ എല്ലാം ഉസ്താദിന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അതാ നിന്റെ പൊന്നാര മക്കളെ നല്ലതുപോലെ വളർത്തുകയാണ്. പടച്ചവനെ അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്തു, അവർക്ക് സന്മാർഗം പറഞ്ഞു കൊടുത്തു, അവരെ നല്ലതുപോലെ വളർത്തി, അവരെ ലജ്ജയുള്ളവരാക്കണം, അവരെ ലജ്ജയുള്ളവരാക്കണം. ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയതും അത് തന്നെയാ. ലജ്ജയെന്ന് പറയുന്ന സാധനമില്ലാതെ പോയി. പണ്ടൊക്കെ പടച്ചവനെ ആണുങ്ങളുടെ മുന്നിൽ വരാ പെണ്ണുങ്ങൾക്ക് നാണമായിരുന്നു, മറയുടെ പുറകിൽ നിന്നിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. എടാ, സാലികത്തായ പെണ്ണിന് ലജ്ജ വേണം ചെറുപ്പക്കാരാ. കണ്ടവന്റെ മുന്നിൽ വന്ന് സലാം പറയുന്ന പെണ്ണുങ്ങളുണ്ട്. എന്തേ അതിന്റെ വിധിയെന്ന് നീ ഒന്ന് വായിച്ചു നോക്ക്. എല്ലാം നമുക്കറിയുമല്ലോ. ഒരു മുടിയെങ്കിലും വെളിയിൽ കാണിക്കുന്നത് പാപമാണല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഒരു തലമുടിയതാ വെളിയിൽ കാണിച്ചാ നാളെ പരലോകത്ത് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അവളുടെ തലയിലേക്ക് നരകത്തിലെ ഒരു തൊപ്പി വെക്കുകയാ. ഉരുകി പോകുമടി പൊന്നു പെങ്ങള്, ഉരുകി പോകുമടി പൊന്നു പെങ്ങള്. ഇന്നെന്റെ പെങ്ങന്മാരോ ഫർദയിടും ആ കഴുത്തിന്റെ ഭാഗം മുഴുവനും വെളിയിലാണ്. അതാ തലയിൽ ഒരു കറുത്ത ഷാള് ചുറ്റിവെക്കും, എല്ലാം പുറത്തു കാണുന്ന രീതിയില്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞുതരാം, രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരാം. അങ്ങനെ ആകണം നമ്മുടെ പെമ്മക്കള്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ ഒറ്റയടിക്ക് കൊന്നു. കഥ അറിയാലോ. ഒരാളെ ഒറ്റയടിക്ക് കൊന്നു. അത് കഴിഞ്ഞിട്ട് നാട് വിട്ടുപോയി, മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് വിട്ടുപോയി. ആ സമയത്ത് മൂസാ നബി നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ വെള്ളം കോരാൻ വേണ്ടി തെള്ളുക. വെള്ളം കോരാൻ വേണ്ടി അടി നടക്കുക. പഞ്ചായത്ത് കിണറ്റിന്റെ മുന്നിൽ തിരക്ക്, പൈപ്പിന്റെ ചവിട്ടി തിരക്കില്ലേ. അപ്പൊ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി ഇവരെ ഇങ്ങനെ നോക്കി, എന്താടി ഇവര് മാറി നിൽക്കണേ, നിങ്ങൾ പോണില്ലേ വെള്ളം കോരാ? ഞങ്ങൾക്ക് നാണാ, ഞങ്ങൾക്ക് ലജ്ജയായി, കണ്ട ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അപ്പൊ ചോദിച്ചു, വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, ഒരു പ്രായമുള്ള വാപ്പായേ ഉള്ളൂ, രണ്ടുപേരും മാറി നിൽക്കാം. മൂസാ നബി പറഞ്ഞു, ഞാൻ വെള്ളം കോരിത്തരാം. വെള്ളം കോരി കൊടുത്തു പോയി. മൂസാ നബി അലൈഹി സ്വലാം എങ്ങനെ ഇരിക്കുമ്പോ കുറെ കഴിയുമ്പോ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ നടന്നു വരിക. നിങ്ങൾ കേൾക്കണം, രണ്ട് പെൺകുട്ടികൾ നടന്നു വന്നു. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു സമ്മാനം തരാൻ, ഞങ്ങളുടെ വാപ്പച്ചി വിളിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. ഈ മക്കൾ എന്തേ പറഞ്ഞെന്നറിയോ? മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞാൻ പുറകെ വരാം. മൂസാ നബി അലൈഹി സ്വലാമിന് മദീന എന്ന് പറയുന്ന സ്ഥലം അറിയില്ല, വഴികൾ അറിയില്ല. സാധാരണ വഴി കാണിക്കുന്നവര് മുന്നിലല്ലേ പോണ്ടേ, മുന്നിലല്ലേ പോണ്ടേ?
ഉള്ളത് പറ, എവിടെ പുറകിലാ പോണ്ടേ? എടാ ഞാൻ ഈ നാട്ടിൽ വരുമ്പോ വഴി അറിയാത്തപ്പോ പുറകെ ഞാൻ ഫ്രണ്ടിൽ പോണം, ഒരാൾ പുറകിൽ വരും, അങ്ങനാണോ? അല്ലല്ലോ. വഴി പറയുന്ന നമ്മ ഫ്രണ്ടിലല്ലേ പോണ്ടേ? പക്ഷെ ആ 2 പെൺകുട്ടികൾ എന്തോ പറഞ്ഞു, മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അതാ പെണ്ണുങ്ങള്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ മക്കളാണെങ്കിൽ എന്ത് ചിന്തിക്കുക, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പെൺകുട്ടികൾ മുന്നിൽ നടന്നു പോയാ, ആണ് പുറകെ നടന്നു പോയാലുള്ള രംഗം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ പെണ്ണുങ്ങൾ, ആ 2 പെൺകുട്ടികളും പുറകിൽ നിന്നിട്ട് മൂസാ നബിക്ക് വഴി പറഞ്ഞു കൊടുത്തു. അവസാനം അവരുടെ വീട്ടിൽ ചെന്നു. ആരായിരുന്നു അവരുടെ വാപ്പ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, പ്രവാചകനായ ശുഐബ് നബിയുടെ പെമ്മക്കളായിരുന്നു. അവരിൽ ഒരു മകളെ അള്ളാഹുവെ മൂസാ നബിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ലജ്ജയുള്ളവളാകണം. ഇന്ന് ആർക്കാപ്പ ലജ്ജ? ഏത് പെണ്ണിനാ ലജ്ജ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല നിലയിൽ വളർത്തണം, എന്നിട്ട് നല്ല പോലെ വിവാഹം കഴിച്ചു കൊടുക്കണം, എങ്കിൽ സ്വർഗം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാ വളർത്തേണ്ടത്? ഒരു വാപ്പ ഒരു മകളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നു നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാളും നമുക്ക് പഠിക്കാൻ എന്താ ഉള്ളേ? എടാ, സ്വന്തം ഭാര്യ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഖദീജ ബീവി മരണപ്പെട്ടു പോയി. ഉമ്മയില്ലാതെ ഒരു മകളെ വളർത്തി കാണിച്ചു തന്നു വാപ്പ. അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് കാണിച്ചു തന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് തന്റെ പൊന്നാര മകളെ വളർത്തേണ്ടതെന്ന് കാണിച്ചു തന്നു. ആ മുത്തുനബി വളർത്തിയ മകൾ ആരെന്നറിയുവോ? ആ മുത്തുനബി വളർത്തിയ ഫാത്തിമയാണ് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ഫാത്തിമയുടെ ചരിത്രം പഠിച്ചു നോക്ക്. ആ ഫാത്തിമ ബീവിയെ മുത്തുനബി എങ്ങനെയാണ് വളർത്തിയത്, ആ ചരിത്രം പഠിച്ചാ പിന്നെ ഒരു പെണ്ണും പിഴച്ചു പോകൂല. ആ ചരിത്രം പറയുന്നത് പോലെ മക്കളെ വളർത്തുന്ന ഉമ്മ, നിന്റെ പൊന്നാര മകള് ഒരാളുടെ കൂടെയും ഒളിച്ചോടി പോകില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഫാത്തിമയെ വളർത്തുകയാണ്. വളർത്തേണ്ട രീതിയിൽ വളർത്തി, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകൾക്ക് 18 വയസ്സായി. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിവാഹപ്രായമായി. അള്ളാഹുവിന്റെ റസൂല് വിവാഹത്തിന്റെ ആലോചനകൾ തുടങ്ങി. ഒരുപാട് പണക്കാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു. മുത്തുനബിയുടെ വീട്ടിൽ വന്നിട്ട് ഫാത്തിമയെ വിവാഹം കഴിച്ചു തരാ ചോദിച്ചു. ഒരാൾക്കും അല്ലാഹുവിന്റെ റസൂല് വിവാഹം കഴിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലി അർബഈൻ. മുത്തുനബി അവിടുന്ന് 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ച് വിടുമ്പോ ഒരു വാപ്പ ചിന്തിക്കേണ്ട 4 കാര്യമുണ്ട്. 1 സമ്പത്ത് നോക്കണേ, 2 സൗന്ദര്യം നോക്കണേ, 3 കുടുംബ മഹിമ നോക്കണേ, 4 ഫളുഫറു ബിദാത്തിദ്ദീൻ, നിങ്ങൾ ദീന് നോക്കണേ. ഈ 4 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ദീനിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെമ്മക്കളെ വെട്ടിച്ചു കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു പണക്കാരന്റെ കൈ പിടിച്ചു കൊടുക്കാനല്ല പറഞ്ഞത്. കൊടുക്കുന്ന സമയത്ത് നോക്കണം, 4 കാര്യങ്ങൾ നോക്കണം. അതാണ് ദീൻ പറഞ്ഞത്. സൗന്ദര്യം നോക്കണം, പണം നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീനും നോക്കണം. ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് 4 നോക്കണ ആരാ ഉള്ളേ? ഇത് 4 നോക്കണ ആരാ ഉള്ളേ? എടാ, പട്ടച്ചാരായ മടിക്കുന്നവനാണെങ്കിലും പണം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. അവ എങ്ങനെ ഇവിടെ നടക്കട്ടടാ? ഇന്ന് 60 അടിക്കുന്നവനേ കൊടുക്കൂ. അതാണല്ലോ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി 4ാം കാലി കയറി വരുമ്പോ മണവാട്ടി ചോദിക്കുക, എന്തേക്കാ കാലാടുന്നേ? കൂട്ടുകാരെല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഇത്തിരി കഴിച്ചു. ഓള് പറയും, കുഴപ്പമില്ല, ഇനി കഴിക്കില്ലട്ടാ ഇതന്നെ. എന്നാ അത് തെറ്റാണെന്നല്ല പറയാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇത്തിരി അടിക്കുന്നവനേ കെട്ടിച്ചു കൊടുക്കൂ. എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയും ശമ്പുവും വെച്ചിട്ട് കുറെ എണ്ണത്തിന്റെ ഒക്കെ മുടി കണ്ട എന്നാ മോഡലെന്നറിയോ? പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള മോഡല്. എടാ, വീട്ടിൽ പെണ്ണെങ്കിലും ഒരു വാപ്പാമാരോട് പറയാ, ഈ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നവനെ പിടിച്ചിരുത്തിയിട്ട് യാസീൻ ഒന്ന് ഓതിപ്പിക്കണം. അപ്പൊ അറിയാം കെട്ടുപോയില്ലയോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഉണ്ടല്ലോ, ഒരു മുബീൻ ഓതറാണ്. അവൻ ചോദിക്കും മുബീനോ എന്താ സാധനം നയിക്കും ചില ചെറുപ്പക്കാർ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം സഹോദര. ദീനുള്ളവർക്ക് വേണമെങ്കിൽ അല്ല, പണം ആർക്ക് വേണോടെ ചങ്ങാതി. പണം നോക്കിയിട്ട് ഒരിക്കലും പെണ്ണ് കെട്ടുകയും ചെയ്യരുത്, കണ്ടിച്ചു കൊടുക്കുകയും ചെയ്യരുത്. മൻ തസവ്വജൽ ഇംറഅതി മാലിഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പണം അഹീമ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ യത്തീംഖാനയിലാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട് സൗന്ദര്യം ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ളതിനെയാണ് നോക്കണത്. ഞാൻ എപ്പോഴും എൻ്റെ വഴുതി പറയാറുണ്ട്, പണ്ടൊക്കെ ഇങ്ങോട്ട് നോക്ക്, പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകും. അങ്ങനെ ചടങ്ങില്ലേ? അപ്പൊ അല്ലാ അർച്ചനെ അതാ പെണ്ണ് കാണാൻ പോകുന്നൊരു ചടങ്ങില്ലേ? പെണ്ണ് കാണാൻ